നിങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറയും, ഇവിടെ അലമ്പൊന്നും കാണിക്കരുത്. ഓ, ഇതുപോലെ നല്ലൊരു മനുഷ്യൻ കണ്ണു നട്ടായിരിക്കട്ടെ. എന്താടാ കൂടുതലാക്കില്ലേ നീ? ഓ, വന്നപ്പോഴേ രണ്ടും തുടങ്ങിയല്ലോ. ഒന്ന് നിർത്തിയിട്ടോ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. മാം, ദിസ് ഈസ് യുവർ ഓർഡർ. Call me the freak of the fall. You feel like a bad boy while I'm King Kong. I'm not who hide any other same one. I know I'm hot, don't cry. Toxic 3 in the fall. I'm not who I'm the other same song. They say I'm sick and it won't take long till my sickness spreads worldwide. എടി, എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഏതോളാടി എന്റെ കൊച്ചിന്റെ സങ്കടം മനസ്സിലാക്കാനില്ലാത്ത. സാരമില്ല, ആരും കേൾക്കണ്ട, ഞാൻ കേൾക്കാനുണ്ട്. നീ പറ, ആരാ നിന്നെ മനസ്സിലാക്കാൻ? അയാളുണ്ടല്ലോ, അതല്ലേ ഇവിടെ ചോദിച്ച ആരാന്ന്. നീ ഇങ്ങനെ വയലന്റ് ആവാതെ എന്റെ പറയാനുള്ള മൂഡ് പോകും. ഓക്കെ, നീ പറ. എടിയാടം അയാള്. അയാൾ നിന്നെ എന്തോ ചെയ്ത്? അടിക്കണോ അവനെ? ഇപ്പൊ അടിക്കാം, നമുക്ക് ഇപ്പൊ തന്നെ അടിക്കാം. പൊന്നു മോനെ, അടങ്ങിയില്ല. അങ്ങോട്ട് ചെല്ലുന്നത് നിനക്ക് ഓർമ്മ കാണത്തുള്ളൂ. ആണോ? എങ്കിൽ നാളെ അടിക്കാം. ഓ, ഒന്ന് മിണ്ടായിരിക്കണം, അവളൊന്ന് പറയട്ടെ. അതെ, നിങ്ങൾ മിണ്ടായിരുന്നില്ല, ഞാൻ എങ്ങനെ പറയും? ഓക്കെ, ശരി, നീ പറഞ്ഞോ. അയാളുണ്ടല്ലോ, എനിക്ക് ഒത്തിരി വർക്ക് തരും. അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങ് വർക്ക് പ്രഷർ ആടി. നിനക്കറിയാമോ, വേണ്ടാത്ത പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ ഞാൻ ചെയ്ത് കൊണ്ട് കാണിക്കുമ്പോൾ അങ്ങാര് പറയും ഇത് വേണ്ട, ഇത് ക്യാൻസൽ ആയി പോയെന്ന്. അയാളൊന്ന് വായിച്ചു പോലും നോക്കത്തില്ല. അയാൾ ആരാ? അയാളുടെ ഒരു ഷോ അയാളുടെ സഹിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. നീ സഹിക്കരുത്. ഇവിടെ ഇപ്പൊ എന്തോ സംഭവിക്കുന്നേ? എനിക്കറിയത്തില്ല. ഇത്രയും പ്രഷറാണല്ലോ തലേ കൊണ്ട് നടന്നത്. ഒരു കാര്യം കൂടെ, അയാളെ കെട്ടാൻ പോകുന്ന അവസ്ഥ എന്തായിരിക്കും? അതെ എടി, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തുവാ പറ. എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. ഒരു 10 പേരോട് പറഞ്ഞിട്ട് പോ. ഇത് അയാളല്ലേ? ഇനി ഞാൻ കൊല്ലും, നോക്കിക്കോ. ഡോ, അവിടെ നിക്കടോ. ഓ, ഇവളെന്തോ എവിടെ പോയാലും അതിന്റെ പുറകെ തന്നെ നടക്കണമെന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ഡോ, താൻ ആരാന്നാണോ തന്റെ വിചാരം? ഓ, ഒരു CEO വന്നേക്കുന്നത്. തനിക്കെന്തോ ദേഷ്യമാണോ? ചുമ്മാ മനുഷ്യരെ കാണാത്ത പോലെ. വരാതിരുന്നപ്പോ ഓഫീസിൽ എന്തൊരു സമാധാനമായിരുന്നു. ആ പാവ എഡ്വിൻ സാറ് എന്ത് നല്ല മനുഷ്യനാ. നിന്നെ പോലും നോക്കണം. തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ബണ്ണിയുടെ ഫേസും വെച്ചോണ്ട് നടക്കുക. നീ പറഞ്ഞത് എവിടെ കയറി പോവാ? നീ നിർത്തുന്നുണ്ടോ? നിന്റെ കൂടെ വന്നതൊക്കെ എന്ത്? ഇല്ല, നിർത്തത്തില്ല. ഞാൻ എന്നെ എന്തോ ചെയ്യും? മൂക്കി കയറ്റോ? എടി പെണ്ണ, ഇപ്പൊ ഇല്ലേ നിന്നെ ഞാൻ ഉണ്ടല്ലോ. ഒന്ന് പോടോ, താനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യോ, എന്തോ പോലെ. എടീ, എന്റെ ഡ്രസ് മൊത്തം നശിപ്പിച്ചു. ഇവിടെ നിന്ന് ഇപ്പൊ വാഷ്റൂമിൽ പോവാന്ന് പറഞ്ഞു പോയത് എന്തി? ശരിയാ, എത്ര നേരമായി അവള് പോയിട്ട്. നമുക്ക് പോയെന്ന് നോക്കിയാലോ? ഞാൻ പോയി നോക്കിക്കോളാം. ബെസ്റ്റ്. അതിലും ഭേദം പോവാതിരിക്കുന്നതാണ്. അതെന്താ, ഞാൻ പോയാല്? അതെ, ഞാനും നിന്നോട് വരാം കൂട്ടിന്. വാടാ മോനെ, നമുക്ക് പോയി നോക്കിട്ട്. ഓ, ഇതിനെ രണ്ടിനെ വിട്ടാൽ ശരിയാകത്തില്ല. നമുക്കൂടെ പോവാം. ഇവിടെ എന്തോ ഈ നടക്കുന്നേ? ഓ, മാറങ്ങോട്ട്. എന്റെ ദൈവമേ, ഞാൻ എന്താ പോണേ? ഞാനെങ്ങനെ വീട്ടിലെത്തി? അയ്യോ, ഞാൻ ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി. ദൈവമേ, എന്നെ അങ്ങ് കൊല്ലേ. എഴുന്നേറ്റോ മേഡം? അല്ല, നീ എന്താ ഇവിടെ? പിന്നെ എന്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിനെന്തോ? ഓ, ഞാൻ പെട്ടെന്ന് എണീച്ചപ്പോൾ വിചാരിച്ചു ഞാൻ എന്റെ വീട്ടിലായിരിക്കുന്നു.
പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഇന്നലെ തന്നെ തിരിച്ചു പോയി ഫ്രഷ് ആയിട്ടോ ഫുഡ് കഴിക്കാം. നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ആ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ അടി ഇത് കണ്ടില്ലേ? ഫീസ ഇട്ടതാ. കഴിഞ്ഞെങ്കിൽ ഒന്ന് വന്ന ഫുഡ് കഴിക്കായിരുന്നു. ആ വരുക. ഏഞ്ചലേ, ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. നാളെ കഴിച്ച് എണ്ണിച്ച് പോവച്ചേ. നീ ഇങ്ങനെ ചൂടാവാ, ഞാനൊരു സത്യം പറഞ്ഞില്ലേ. എങ്കിൽ നീ കഴിക്കണ്ട. വാലോണ, നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എടി, ഞാൻ ക്യാബ് വിളിക്കാം, നമുക്ക് അതിൽ പോവാം. വേണ്ട, നമുക്ക് ബസ്സിൽ പോവാം. ഓ നാശം, ബസ്സെങ്കിൽ ബസ്. നിനക്കല്ലായിരുന്നോ ബസ്സിൽ പോകാൻ ഇത്ര തിടുക്ക? ഒരു ബസ് പോലും കാണുന്നില്ല. നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഇപ്പം വരും ബസ്സൊക്കെ. ആ അതേ വരുന്നു ബസ്. എടാ, ഈ കുട്ടി വലുതാകുമ്പോ കാണാൻ എങ്ങനായിരിക്കും? ഏതാ കാണിച്ചേ? ഇതിനൊക്കെ അല്ലടാ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. എടാ, ഇത് നിന്റെ സിസ്റ്റർ അല്ലേ? ഇപ്പൊ എന്തിനാ ഇത്? എടാ, എനിക്ക് തോന്നുന്നു അവള് മരിച്ചിട്ടില്ല. അവളിപ്പോഴും ഉള്ളതായിട്ടാ എന്റെ മനസ്സ് പറയുന്നത്. ഇതുപോലിരിക്കും. ഇതിപ്പോ അല്ലേ, പക്ഷെ ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കും. 100% ആയിരിക്കത്തില്ലെന്നേ ഉള്ളൂ. എടാ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവള് ചിലപ്പോ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അവളാണ്. അവൾക്കെന്താ ജോലി? എന്തുവാടാ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പം? ഒന്നുമില്ല. അവള് ഡോക്ടറാടാ. ഈ ഡോക്ടറിനെയൊക്കെ വെച്ച് നമ്മളെന്ത് ചെയ്യാനാ മോനെ? ഡോക്ടർ എന്ന പേരേ ഉള്ളൂ. അവള് നല്ല സൂപ്പർ ഹാക്കർ. ഇതൊക്കെ ശരിയാവുള്ളൂ. അവള് നമ്മളെ പറ്റുന്ന പോലെ എന്തായാലും സഹായിക്കും. എടാ, നീ ആ ഓർഫനേജിൽ അന്വേഷിച്ചില്ലേ? ഓ, അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ നേരത്തെ പോയി ഒന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞ അവിടുത്തെ ആരുടെയും ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റത്തില്ലെന്നാണ്. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഒരെണ്ണവും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. നമുക്ക് അവളോട് പറയാം. ഇപ്പൊ എല്ലാ ആവശ്യമായിപ്പോൾ അവളോടെങ്കിൽ അവളോട്. മമ്മി, ഞാൻ പോവാണേ. പോവല്ലേ? തന്തപ്പടി പുറകിന്ന് വിളിച്ച്. എടാ, ഇന്ന് നീ ആണെങ്കിൽ ആഡമിന്റെ ഫാമിലിയിലോട്ടൊന്ന് പോകണം. എന്നിട്ട് നമ്മുടെ പാർട്ടിക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. പിന്നെ ഞാനൊന്നും പോകത്തില്ല. നിങ്ങൾ വേണേൽ പോയെന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ശരി, പക്ഷെ ഞാൻ അവനെ കാണാൻ പോകത്തില്ല. അതൊന്നുമില്ല. എടാ, നീ ഒന്ന് പോയിട്ട് വാ. അല്ലേലും എനിക്കറിയാം നിനക്കവിടെ ഒരു തരി പോലും സ്നേഹമില്ലെന്ന്. ഞാൻ പോവും, ഇൻവിറ്റേഷൻ കൊടുക്കും, തിരിച്ചു വരും. ആരുടെ സ്നേഹത്തോടൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓ ശരി, പോയി കുളവാക്കാതിരുന്നാ മതി. ശരി. ഓ മൈ ഗോഡ്, ലേറ്റ് ആയി. ഇന്ന് ഞാൻ തീർന്നു. ബസ്സും വരുന്നില്ല, എന്റെ കഷ്ടകാലം. എന്റെ ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ വിളി കേട്ടോ. May I get in, Mr. Adam? Yes, get in. ഞാൻ വന്നത് നമ്മുടെ പപ്പയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ അതുകൊണ്ട് വന്നു. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ വരാം. ഏതായാലും ഇൻവൈറ്റ് ചെയ്തല്ലേ, നോക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടമല്ലേ വരണോ വേണ്ടായോ എന്നൊക്കെ. എങ്കിൽ ഞാൻ പോവാം. ഓക്കെ, ഇനി എപ്പോഴേലും ഇങ്ങനെയൊക്കെ കാണാം. ഐ വിഷ് തന്നെ ഇനി ഒരിക്കലും കാണില്ല. Fogo, 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 pisa, pisa.
കാര്യത്തിലൊരു തീരുമാനമാവും. ഇതെന്താ നടന്നിട്ടും ചെല്ലാത്തത്.